അഭിവന്യ തിരുമേനി, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മോഡറേറ്റേഴ്സ്, ഈ വായനയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 59 വരെയുള്ളതായ വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചില ഭാഷാപരമായും അതിൻ്റെ ആശയപരമായുമുള്ള ചിന്തകളാണ് ഇന്ന് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി 32-ാമത്തെ വാക്യം. അവിടെ നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ ഇഷ്ടപ്പെട്ടിരിക്കയാൽ ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. അപ്പോൾ അവിടെ പുതിയ നിയമ സഭയുടെ ആ ഏറ്റവും വലിയ വാഗ്ദത്തം അവിടെ നമുക്ക് നൽകുകയാണ്. അതിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് പറയുന്നത് 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ഭിക്ഷ കൊടുക്കുക. ഈ രണ്ട് പരിഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥത്തിലും അതുപോലെ സത്യവേദ പുസ്തകത്തിലും ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഭിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ഭിക്ഷ എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. സാധാരണഗതിയിൽ നമ്മളത് മനസ്സിലാക്കുന്നത് നമ്മളോട് സഹായം ചോദിക്കുന്നവർക്ക് നമ്മളാലാവുന്ന സഹായം നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിലപ്പുറമായിട്ടുള്ള ഒരു അർത്ഥം ഈ വാക്കിനുണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഭിക്ഷ എന്ന വാക്ക് ഭിക്ഷുവിന് കൊടുക്കുന്നതാണ്. ഭിക്ഷു എന്ന് പറഞ്ഞാൽ സന്യാസത്തിൻ്റെ പരമകോടിയിൽ ചെന്ന് ഭൗതികമായിട്ടുള്ളതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഭക്ഷണപാനീയങ്ങൾ പോലും ആരെങ്കിലും കൊടുത്താൽ കഴിക്കും, കൊടുത്തില്ലെങ്കിൽ കഴിക്കത്തില്ല. കൊടുക്കുന്നത് അവരുടെ ആവശ്യത്തിൽ അധികമുള്ളതാണെങ്കിൽ അത് ആദ്യം കാണുന്നയാളിന് അത് കൊടുക്കും. അങ്ങനെ ഭിക്ഷാന്തേഹിയായി നടക്കുക എന്നുള്ള ഒരു പദപ്രയോഗം തന്നെ ഉണ്ട്. അപ്പോൾ പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയാണ് ഭിക്ഷുക്കൾ എന്ന് പറയുന്നത്. ആ വാക്കിന്ന് ലോപിച്ച് മലയാളത്തിൽ അത് ഭിക്ഷക്കാര് എന്ന് പറഞ്ഞ് പിച്ചക്കാര് ആയിട്ട് നമ്മുടെ സഹായം നീട്ടി വരുന്ന ആളുകളുണ്ട്. അത് അങ്ങനെയുള്ള സഹായധനം സ്വീകരിക്കുന്ന ആളുകളല്ല ഈ ഭിക്ഷ സ്വീകരിക്കുന്നവരെന്ന് പറയുന്നത്. അവർ ആത്മീയതയുടെ ഏറ്റവും വലിയ കൊടുമുടി കയറിയവരാണ്. അങ്ങനെയുള്ള സന്യാസിമാര് റഷ്യൻ സഭയിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വായിച്ചിട്ടുണ്ട്. അവരെ വിളിക്കുന്നത് ഹോളി ഫൂൾസ് എന്നാണ്. അതായത് വിശുദ്ധ വിഡ്ഢികൾ. അവർക്കൊന്നുമില്ല, സ്വന്തമായിട്ടൊന്നുമില്ലാതെ യാചകരെ പോലെ നടക്കുന്ന ആളുകളാണ് അവരെന്നാൽ അതിവിശുദ്ധന്മാരായിട്ടുള്ള ആളുകളാണ്. സ്വന്തം ഭക്ഷണപാനീയ കാര്യങ്ങൾ പോലും സ്വന്തത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചാണ് ഈ ഭിക്ഷുക്കൾ എന്ന പദപ്രയോഗം. അപ്പോൾ നിങ്ങൾക്കുള്ളതെല്ലാം ഭിക്ഷ കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ ദൈവാശ്രയത്തിൽ മാത്രം നിലനിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കുള്ളതെല്ലാം പങ്കിടുക എന്നുള്ള ഒരു ആശയമാണ് അവിടെ ഉള്ളത്. ഇനിയും ഭിക്ഷുക്കൾക്ക് കൊടുക്കേണ്ടത് ഗൃഹസ്ഥന്മാരുടെ ചുമതലയാണ്. അതായത്
ഇത് ഡ്യൂട്ടി ബൗണ്ടാണ്. ഗൃഹസ്ഥന്മാരായിട്ട് ജീവിക്കുന്ന ആളുകൾ, അതിൻ്റെ ഏറ്റവും നല്ല പഴയ നിയമ ഉദാഹരണം ലേവ്യക്കാരെ കുറിച്ചുള്ളതാണ്. കനാൻ ദേശം പങ്കിട്ടപ്പോൾ ലേവ്യർക്ക് വസ്തുവിൽ പങ്കു കൊടുത്തില്ല. മറ്റ് ഗോത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾക്കുള്ളതിൻ്റെ ദശാംശം ലേവ്യർക്ക് കൊടുക്കണം. അപ്പോൾ ലേവ്യരെ സ്വന്തം ഭൂമിയിലല്ല ആശ്രയിക്കുന്നത്, മറ്റ് 11 ഗോത്രങ്ങളുടെ ദശാംശത്തിൽ നിന്നാണ് അവർ ജീവിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്യൂട്ടി ബൗണ്ടാണ് ഭിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത്. ആ ഒരു മനോഭാവത്തിലേക്ക് വളരണം എന്നാണ് ഇവിടെ സഭയെക്കുറിച്ച് കർത്താവ് കാണുന്നത്. പിതാവാം ദൈവം എങ്ങനെ ലോകത്തിന് കൊടുക്കുന്നു അതുപോലെ നാമും ചെയ്യണം എന്നുള്ളതാണ്. ഇനി അടുത്ത വാക്യം വളരെ ശ്രദ്ധയോടെ നാം കാണണം, 2 പരിഭാഷകൾ തമ്മിൽ. അതായത് ഞാൻ ആദ്യം പഴയ പരിഭാഷ വായിക്കാം. കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗരാജ്യത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അപ്പോൾ ഈ ഭൗതിക ആശ്രയത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ ഭൗതിക ആശ്രയം എങ്ങനെ എന്നുള്ളതാണ് ഈ മടിശീലയെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നത്. പക്ഷെ ആ പഴയ പരിഭാഷ വളരെ അവ്യക്തവും അർത്ഥവികലതയുള്ളതുമാണ്. നല്ല പരിഭാഷ നിങ്ങൾ കേൾക്കുക. പഴകിപ്പോകാത്ത മടിശീലകളും കവർച്ച ചെയ്യപ്പെടാത്ത നിക്ഷേപങ്ങളും സ്വർഗത്തിൽ നിങ്ങൾ ഉണ്ടാക്കുവീൻ. അവിടെ കള്ളൻ അടുക്കുകയോ ചിതൽ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. ഈ പുഴുക്കൾ കെടുക്കുക എന്നൊക്കെ അവിടെ പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കുക പോലും പ്രയാസമാണ്. അതുപോലെ ഇത് സ്വർഗത്തിൽ മടിശീല പഴകിപ്പോകാതിരിക്കുന്നു എന്നൊക്കെയുള്ള സങ്കല്പം സ്വർഗത്തെക്കുറിച്ച് തന്നെയുള്ള ആ അടിസ്ഥാന ചിന്തയ്ക്ക് വിരുദ്ധമാണ്. സ്വർഗത്തിൽ മടിശീലയൊന്നുമില്ല. അത് പ്രതീകാത്മകമായി പണത്തെക്കുറിച്ച് പറയുന്നതാണ്. സ്വർഗത്തിൽ പണം ആവശ്യമില്ല, പണമില്ല, ഭൗതികമായിട്ടുള്ളതൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് സുറിയാനി പരിഭാഷയിൽ വരുമ്പോൾ അത് വളരെ ക്ലിയറാ. സ്വർഗത്തിൽ മടിശീലയെ കുറിച്ചല്ല പറയുന്നത്, കവർച്ച ചെയ്യപ്പെടാത്ത നിക്ഷേപങ്ങളും സ്വർഗത്തിൽ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ഇമ്മെറ്റീരിയലായിട്ടുള്ള, അതായത് ഭൗതികേതരമായ നന്മകളും സുഹൃതങ്ങളും നിങ്ങൾ സമ്പാദിച്ചു കൊള്ളുവീൻ എന്നുള്ള സ്പഷ്ടമായ ഉപദേശം വ്യക്തമാക്കുന്നതാണ് ഈ വാക്യം എന്നാണ് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ അരകൾ കെട്ടപ്പെട്ടും ദീപങ്ങൾ പ്രശോഭിതവും ആയിരിക്കട്ടെ എന്ന് 35-ാം വാക്യത്തിൽ പറയുന്നു. ഇവിടെ നമുക്ക് നോക്കാം, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ അരയല്ല, നിങ്ങളുടെ അരകളാണ്, പ്ലൂറലാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പഴയ പരിഭാഷയിൽ അങ്ങനെയല്ല എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്തത് 37-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ അര കെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തി നടന്ന് പരിചരിക്കും. നടന്ന് പരിചരിക്കും. അപ്പോൾ ഇവിടെ നാം കാണേണ്ട, പഴയ പരിഭാഷയിൽ കാണുന്നത്, അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും
വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. അങ്ങനെയല്ല. അതായത് വരുന്ന അവിടെ കർത്താവിൽ സ്വീകാര്യരായ ആളുകളെ ഭക്ഷണത്തിനിരുത്തി ഒരു പരിചാരകനെ പോലെ അര കെട്ടി നടന്ന് ശുശ്രൂഷിക്കും. സുറിയാനിയുടെ ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത് ഗോ എറൗണ്ട് എന്ന്. ഓരോ ആളുകളുടെയും മരിക്കൽ ചെന്ന് അവരെ പരികർമ്മിക്കുന്ന ആ സൂക്ഷ്മതയെക്കുറിച്ചും ശ്രദ്ധയെക്കുറിച്ചുമാണ് തിരുവചനത്തിൽ അത് പറയുന്നത്. അത് പഴയ പരിഭാഷയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് നാം ശ്രദ്ധിക്കുക. ഇനിയും 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യജമാനൻ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയ ആ ദാസൻ യജമാനൻ വരുവാൻ താമസിക്കുമെന്ന് ഉള്ളത്തിൽ ചിന്തിച്ചിട്ട് യജമാനന്റെ ദാസന്മാരെയും ദാസികളെയും അടിപ്പാനും മദ്യപിച്ച് ലഹരി പിടിക്കാനുമാണ് തുടങ്ങുന്നതെങ്കിൽ ആ ദാസനെ യജമാനൻ നീക്കം ചെയ്യും എന്നാണ് ഈ 45-ാം വാക്യത്തിൽ പറയുന്നത്. അത് പഴയ ഇതിൽ വരുമ്പോൾ ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ, ഈ ബാല്യക്കാരൻ എന്നുള്ള വാക്ക് തന്നെ അവ്യക്തമാണ്. ബാലന്മാരും ബാലകളുമായിട്ടുള്ള ആളുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ബാല്യക്കാരല്ല, യജമാനന്റെ ദാസന്മാരും ദാസികളുമാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവരെ തിന്നും കുടിച്ചും ഉല്ലസിക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്ന ഭാഷയിൽ. തിന്നും മദ്യപിച്ചും ആ ഭൗതികമായ ആനന്ദത്തിൽ മുഴുകി നിൽക്കുന്ന ലൗകിക പ്രലോഭനങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവരെയൊക്കെ അവിശ്വസ്തരുടെ കൂട്ടത്തിൽ പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരെ അവിശ്വസ്തർ എന്നാണ് സുറിയാനിയിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത്. പഴയ പരിഭാഷയിൽ വന്നപ്പോൾ എന്നാ പറയുന്നതെന്ന് അറിയാവോ? അവരെ അവിശ്വാസികളോടുകൂടെ പങ്കു കൽപ്പിക്കും എന്നാണ്. അവിശ്വാസികളല്ല, അവിശ്വസ്തരാണ്. യജമാനൻ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാത്തവർ അവിശ്വസ്തരാണ്, അവിശ്വാസികളല്ല എന്നുള്ളത് നാം അവിടെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ 49-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നത്, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് പറയുന്നത്. അത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥ പരിഭാഷയിൽ നമുക്ക് നോക്കാം. അവിടെ പറയുന്നത് ഭൂമിയിൽ അഗ്നി ഇടുവാൻ വന്നിരിക്കുകയാണ്, അത് മുമ്പേ തന്നെ ജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ ഈ അഗ്നി എന്ന് പറയുമ്പോൾ ഒരു ആളിക്കത്താത്ത ഒരു കുണ്ഡത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അത് ജ്വലിക്കുമ്പോഴാണ് അഗ്നിയുടെ ആ സ്വാധീനം ചുറ്റുപാടുകളിലേക്ക് ഉണ്ടാകുന്നത്. അതുവരെ ഇങ്ങനെ നീറിപ്പോഞ്ഞ് കിടക്കുക. അത് കർത്താവ് അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിലെ ആ ഭാഷാപരമായിട്ടുള്ള വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും അടുത്തതായിട്ട് ഈ ഭാഗത്ത് ചേരാത്തത് പോലെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. 49-ാം വാക്യത്തിൽ, എനിക്ക് ഏൽക്കുവാൻ ഒരു സ്നാനമുണ്ട്. ആ സ്നാനം ഏതാണ്? കർത്താവിൻ്റെ പീഡാനുഭവം. സബദി മക്കളോട് കർത്താവ് ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ പറ്റും.
അവിടെ അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കുവാനും ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ? അപ്പോൾ ആ മാമോദീസ ഏതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് അന്ന് സാധിച്ചില്ല. ആ സ്നാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മാമോദീസ എന്ന് പറയുന്നത് കർത്താവിൻ്റെ പീഡാനുഭവം ആണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇനി 51 വാക്യത്തിൽ മുതൽ നമ്മൾ കാണുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആശയമാണ്. കർത്താവിന് ചേരുന്ന ഒരു മറുപടിയായിട്ട് നമുക്കത് തോന്നുന്നില്ല. 51 വാക്യം, ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണ് ഞാൻ വന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഭിന്നതയത്രേ. അപ്പോൾ ഇത് ആക്ഷരികമായിട്ട് എടുക്കേണ്ടതല്ല. സുവിശേഷത്തെ പ്രതിയും ദൈവരാജ്യത്തെ പ്രതിയും ആ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് സന്തോഷിപ്പിക്കുവാനുള്ള നടപടികളല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ എടുക്കേണ്ട നടപടി വളരെ കൃത്യമായിട്ട് ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന, അപ്പോൾ അവിടെ തടസ്സമായിട്ട് വരുന്നതൊക്കെ അല്ലെങ്കിൽ എതിർപ്പായിട്ട് വരുന്നതിനെയൊക്കെ നമ്മൾ അവഗണിക്കേണ്ടി വരും. അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നിടത്ത് ഈ സമാധാനത്തിൻ്റെ ഒരു കുടുംബത്തിൽ തന്നെ ആ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നമ്മളിങ്ങനെ പല രക്തസാക്ഷികളുടെ സാക്ഷ്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്വന്തം പിതാക്കന്മാർ തന്നെ കൊല്ലിക്കുന്ന മക്കളെ കുറിച്ച്, വിശ്വാസത്തെ പ്രതി അവിശ്വാസികളായ പിതാക്കന്മാർ വിശ്വാസത്തിലേക്ക് വന്ന മക്കളെ കൊല ചെയ്യിക്കുന്നതായിട്ട് നമുക്ക് രക്തസാക്ഷികളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളെ കുറിച്ചും വിശ്വാസ മുന്നേറ്റത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി നമുക്ക് 54 മുതൽ 57 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, പ്രകൃതിയെ നോക്കി കാലാവസ്ഥയെ മനസ്സിലാക്കുവാൻ മനുഷ്യന് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ആസന്നമായ അവസ്ഥയെ ഈ സമൂഹത്തിന് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. അത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് തുല്യമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. സത്യമറിയാം, എന്താണ് സത്യമെന്നറിയാമായിട്ട് പോലും ആ സത്യത്തെ ഉൾക്കൊള്ളാതെ അതിന് വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനിയും 58ഉം 59ഉം വാക്യങ്ങളിൽ പ്രതിയോഗികളോട് നാം സമരസപ്പെടേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ന്യായസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് പ്രതിയോഗിയോടെ നാം നിരപ്പാകണം. അത് സാധിക്കുന്നില്ല എങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള ആ ലോക തത്വത്തെക്കുറിച്ച് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ചിന്തകളോടുകൂടി ഇന്നത്തെ ഈ വേദപുസ്തക പഠന ഭാഗങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.